Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, let's start. Sound ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. റെക്കോർഡഡ് ക്ലാസ് ഇപ്പൊ കറക്റ്റ് ടൈമിംഗ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? സമയത്തിന് കിട്ടുന്നുണ്ടോ റെക്കോർഡഡ് ക്ലാസ് ഇപ്പോ? ഹലോ, കേൾക്കണല്ലോ എനിക്ക് ഇങ്ങോട്ട്. ഹലോ, Ma'am. റെക്കോർഡഡ് ക്ലാസ് ഇപ്പൊ ടൈമിന് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾക്ക് ടൈമിന് കിട്ടുന്നില്ല, ഒരു 10 o'clock ബിറ്റ്വീനിൽ കിട്ടുകയാണെങ്കിൽ എളുപ്പമായിരുന്നു എന്നൊക്കെ കുറച്ചു പേര് പറഞ്ഞല്ലോ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉണ്ട്, വരുന്നുണ്ട് മാം. ഒക്കെ നേരത്തെ വരുന്നുണ്ട്. എന്തോ കിട്ടുന്നുണ്ട് മേഡം. ഓക്കെ, അപ്പൊ ഇപ്പൊ ശരിയായോ എന്നാണ് ഞാൻ ചോദിച്ചത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഒരു കംപ്ലൈന്റ് പോലെ നിങ്ങൾക്ക് ടൈമിന് അത് കിട്ടിയില്ല എങ്കിൽ പ്രശ്നമാണ്, നിങ്ങൾ ക്ലാസ് വാച്ച് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. സൗണ്ട് കുറവാണോ? ഞാൻ പറയുന്നതിൽ സൗണ്ട് കുറവാണോ? എനിക്ക് സൗണ്ട് ഇല്ലേ? ക്ലിയർ ആണ്, സൗണ്ട് ഉണ്ട്. സൗണ്ട് കുറവാന്ന് ആരോ പറയുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് വീണ്ടും കയറുക കേട്ടാ. സൗണ്ട് പരമാവധി ഇവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ. നിങ്ങളുടെയും സൗണ്ട് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കിട്ടണ്ടോന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് സ്റ്റഡീഡ് സം ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ? വിച്ച് ആർ ദേ? സുറുമി ഒന്ന് പറയാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്? സുറുമി സഫ്റ്റ്വെയർ, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. ഞാൻ പറയാം മേഡം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിനോയ്. സുറുമിയില്ല. അനൂപ് ഒന്ന് പറയാമോ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞേ? ലാസ്റ്റ് ക്ലാസ്സില് കഴിഞ്ഞ ക്ലാസ് എന്നായിരുന്നു എന്നറിയോ? എന്റെ അനൂപും ഇല്ല. റിൻസി, നമ്മൾ ലാസ്റ്റ് കണ്ടത് ഏത് ദിവസം? തേഴ്സ്ഡേ, വ്യാഴാഴ്ചയാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണ്ടത്. അന്നൊരു ക്ലാസ് പോയിട്ടുണ്ട് എന്റെ. കാരണം വീക്കിലി എനിക്ക് തോന്നുന്നത് എന്റെ ടൈം ടേബിൾ ഒരു ദിവസമേ ഉള്ളൂ, ആഴ്ചയിൽ ഒരു ദിവസമാണ് എന്റെ ക്ലാസ് ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ വ്യാഴാഴ്ചയും ഞാൻ ക്ലാസ്സിൽ കയറിയിരുന്നു. ഒരാളുടെ ക്ലാസ് ആ പീരീഡ് ആ ഒരു അവർ മിസ്സാകാതിരിക്കാൻ വേണ്ടി ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തേഴ്സ്ഡേ നമ്മൾ എന്താ പഠിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിത്യ, ഇതാണ് ഈ ഉച്ചക്ക് കയറുന്ന ബാച്ചുകാർക്ക് റെസ്പോൺസ് കുറവാണ്. ആദ്യം റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒരു ബിനോയ് ഉണ്ട് അവിടെ. ബിനോയ്ക്ക് നമ്മള് ചാൻസ് കൊടുക്കും. പറയാം. ബിനോയുടെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ വേറെ ആളുകളോട് ചോദിക്കുന്നത്. നമ്മളിവിടെ മിണ്ടാതിരിക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, അതിനാണ് ചോദിക്കുന്നത്. ഓക്കെ നിത്യ പറയും. മാം, അനസ്തോളജി, ഡെർമറ്റോളജി, ENT 3 ഡിപ്പാർട്ട്മെന്റുകളാണ്. അത് മാത്രം 3 പഠിച്ചേ?
മൂന്നല്ലല്ലോ? അല്ല IC പഠിച്ചില്ലേ? അതെ, ICU. അതെ ICU ഉണ്ട്. ഓക്കെ, 4 ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പഠിച്ചത്. അനസ്തേഷ്യോളജി, CCU ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഡെർമറ്റോളജി, ദെൻ ENT എന്ന് പറയുന്ന 3 ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ? വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് അനസ്തേഷ്യാസ് ഇൻ എ ഹോസ്പിറ്റൽ? സുൽത്താന ഒന്ന് പറയാമോ? ചോദിക്കുന്ന ആള് പറയാട്ടാ. സുൽത്താന, വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനസ്തേഷ്യാസ് ഗിവൺ? ടൈപ്സ് ഓഫ് അനസ്തേഷ്യ. സുൽത്താന ഇല്ല. ശീതൽ ശീതളില്ല. ചോദിക്കുന്ന ആള് പറയോ? രേഷ്മ പറഞ്ഞോ രേഷ്മ. പറയൂ. റിൻസിയുടെ സൗണ്ടിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്, ഇങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. ജനറൽ, പിന്നെ ലോക്കൽ, പിന്നെ റീജിയണൽ. ഓക്കെ, ജനറൽ, ലോക്കൽ ആൻഡ് regional anesthesias. How can we differentiate these anesthesias? എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? What is general anesthesia? അതിനെ കുറിച്ച് എന്തറിയാം? അഖിൽ പൊന്നു അങ്ങനെ എഴുതിയിരിക്കുന്ന ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറയണം. അഖിൽ പൊന്നു എന്നാണ് ഇവിടെ ഇത് കാണുന്നത്, അക്കൗണ്ടിലെ പേര് കാണുന്നത്. ഉണ്ടോ അഖിൽ പൊന്നു? ഇല്ല. അനൂപ് ഇല്ല അല്ലെ? നേരത്തെ വിളിച്ചിരുന്നു, ഇല്ല. അപ്പൊ ബിനോയ് എന്ന് പറഞ്ഞേ. ബിനോയ്. മാഡം, നമ്മൾ 3 ടൈപ്പ് അനസ്തേഷ്യയാണ് പഠിച്ചത്. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. ഈ ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഏരിയസിൽ ബ്ലോക്ക് ചെയ്യുന്ന അനസ്തേഷ്യയാണ് നമ്മൾ ജനറൽ അനസ്തേഷ്യ ആയിട്ട് പഠിച്ചത്. ഇറ്റ് ബ്ലോക്സ് സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയാസ്. IV cannula placed off the vein. IV cannula അല്ലെങ്കിൽ മാസ്ക് വെച്ചിട്ടായിരിക്കും ഇത്തരം എന്താ പറയാ അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഈ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഈ പേഷ്യന്റ് ബിക്കേം അൺകോഷ്യൻസ് ആവും. By giving this anesthesia, the patient becomes unconscious. Will become unconscious. Okay. അൺകോൺഷ്യസ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് അത് വെച്ചിട്ട് എന്താണോ പ്രൊസീജിയർ അല്ലെങ്കിൽ എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുന്നുള്ളൂ. അപ്പൊ ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് അതാണ്. അനസ്തേഷ്യോളജിസ്റ്റ് ആണത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മെഡിക്കൽ ഡോക്ടർ തന്നെയാണ്. അവര് എന്താ പറയാ മാസ്കോ അല്ലെങ്കിൽ IV കാനുല പെയിനിൽ ഫിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാസ്ക് വെച്ചിട്ടൊക്കെ അനസ്തേഷ്യ കൊടുക്കുന്നു. ആൻഡ് വെൻ ദ പേഷ്യന്റ് ബിക്കംസ് അൺകോൺഷ്യസ്, ആ സമയത്തായിരിക്കും ദ സർജറീസ് ഓർ പ്രൊസീജിയേഴ്സ് വിൽ ബി ഡൺ. Then how it is different from local anesthesia? എന്താണ് അപ്പൊ ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്? It blocks sensation in small areas. ഞാൻ ചോദിക്കുമ്പോ മാത്രം പറയാം, എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കുന്നതല്ല. ചില ആൾക്കാർ അവിടെ ഉറങ്ങിയുണ്ടാവുന്ന എനിക്കൊരു സംശയമുണ്ട്. ഓപ്പൺ ആക്കി വെച്ചിട്ടേ 1:30 മണി സമയമാണ്, ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റിലാക്സ് ചെയ്യുന്ന സമയമാണ്. പക്ഷെ പഠിക്കാനിരിക്കുന്ന നമ്മൾ അതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണമല്ലോ. അൻഷിത എന്താണ് ലോക്കൽ അനസ്തേഷ്യ? പെട്ടെന്ന് പറയണേ. ലോക്കൽ അനസ്തേഷ്യ ബ്ലോക്ക് സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയാസ്. ഇത് സ്മോൾ ഏരിയസിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഡെന്റിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഇതാണ്. അതെ, വെരി ഗുഡ്. അപ്പൊ ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ബ്ലോക്സ് ദ സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയാസ്. വളരെ കുറച്ച് ഏരിയ മാത്രം, ഒരു ചെറിയ ഭാഗത്ത് മാത്രം നമ്മുടെ സെൻസേഷൻ ബ്ലോക്ക് ചെയ്യുന്ന ഒരു അനസ്തേഷ്യ ആണ്. യൂഷ്വലി ഡെന്റിസ്റ്റുകളാണ് ഇത്തരം അനസ്തേഷ്യാസ് ഉപയോഗിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടി അവരുടെ ശരീരത്തിൽ ഉപയോഗിക്കാനല്ല, അവർക്ക് കൈകാര്യം ചെയ്യാൻ. അതായത് അവർ വെൻ ഹാൻഡിൽസ് എ പേഷ്യന്റ് വൈൽ കറക്റ്റിംഗ് എ ജോ, അലൈൻമെന്റുകള്, അല്ലെങ്കിൽ വൈൽ ടേക്കിംഗ് ഔട്ട് എ ടീത്ത്, അല്ലെങ്കിൽ എന്താ പറയാ റിപ്പയറിംഗ് ദ ജോ. ഇപ്പൊ ഇവിടെയൊക്കെ ജോ ഒക്കെ ഇങ്ങനെ കറക്റ്റ് ആവാതിരിക്കുന്നതിന്റെ കാരണം ചിലപ്പോഴൊക്കെ ഈ പല്ലിന്റെ സ്ട്രക്ചർ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ മാറ്റി കൊടുക്കുന്നതൊക്കെ ഇത്തരം അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ്. കാരണം ആ ഒരു ചെറിയ പർട്ടിക്കുലർ ഏരിയയില് സെൻസേഷൻ ബ്ലോക്ക് ചെയ്യുന്നു, എന്നിട്ട് അവിടെ എന്താ പറയാ എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുന്നു എന്നാണ്. റൂട്ടിനടക്കം നമ്മൾ ചെയ്യുന്നതൊക്കെ ഇപ്പൊ അത്തരം രീതിയിലാണ്. ദെൻ വാട്ട് ഈസ് റീജിയണൽ അനസ്തേഷ്യ? ആയിഷ യൂസഫ് ഒന്ന് പറയാമോ? ആയിഷ യൂസഫ് ഉണ്ടോ? ആയിഷ ഇല്ലെങ്കിൽ ഞാൻ പോകും. ബെന്നി ഒന്ന് പറയൂ. ബെന്നി ഉണ്ടോ? ബെന്നി
ആയിഷ ഉണ്ട്. എന്നാ പറയും. റീജിയണൽ അനസ്തേഷ്യ യൂസ് ചെയ്യുന്നത് കൂടുതലായും സിസേറിയൻ സെക്ഷനിലാണ്. ആ സമയത്ത് അനസ്തേഷ്യന്റെ ഡോക്ടർ തന്നെയാണ് അത് മോണിറ്റർ ചെയ്യുന്നത്. ബ്ലഡ് പ്രഷർ, പേഷ്യന്റിന്റെ പ്രഷർ, ഓക്സിജന്റെ അളവ് അതൊക്കെ മോണിറ്റർ ചെയ്യുന്നത് സി സെക്ഷനിലാണ്. ഈ റീജിയണൽ അനസ്തീഷ്യ കൊണ്ട് എന്താ ചെയ്യുക അവര്? എന്താ ഒരു പർട്ടിക്കുലർ അത്തരം ഒരു അനസ്തീഷ്യ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? എന്തുണ്ടാവും? അത്തരം അനസ്തീഷ്യ പ്രൊവൈഡ് ചെയ്യുമ്പോ എന്താ സംഭവിക്കാന്നാണ് ഞാൻ ചോദിച്ചത്. അൺകോൺഷ്യസ് ആവാൻ വേണ്ടി അവിടെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതായിരിക്കും നമുക്ക് ഇങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് വരാം. നിങ്ങൾ ആ ഒരു ആൻസറിലേക്ക് വന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത് വീണ്ടും. ഞാൻ ചോദിക്കുകയാണ്, റീജിയണൽ അനസ്തേഷ്യ എങ്ങനെ ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ അത് ഉണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് എന്നാണ്. അത് സിസേറിയന് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നതിന് മുമ്പ് പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റിതം, ടെമ്പറേച്ചർ, പിന്നെ ഓക്സിജൻ ലെവൽ, എന്താ ബ്ലഡിലെ പിന്നെ ലെവൽ ഓഫ് അൺകോൺഷ്യസ് ഒക്കെ നോക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ഇത് എന്താണ് ഇത് ഈ ഒരു അനസ്തേഷ്യ കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നമ്മുടെ ആഫ്റ്റർ എഫക്ട് എന്താണ്? ബോഡിയിൽ എന്ത് മാറ്റം സംഭവിക്കും? I don't know, ma'am. വിശാര കേട്ടിരുന്നോളൂട്ടാ. ഇപ്പൊ പറയും വിശാര പറഞ്ഞേ. വിശാര ഇല്ല. ഡെൽന വർഗീസ്. ഡെൽന. Ma'am. Anesthesia numbs a specific portion of the body. Yes, it numbs the specific part of our body. നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു പ്രത്യേക ഭാഗം മുഴുവൻ ശരീരഭാഗത്തിലില്ലേ, ബോഡിയിലെ ഒരു പോർഷൻ മുഴുവനും നമ്പ് ചെയ്യിപ്പിക്കും, മരവിപ്പിക്കും. എന്നാൽ മാത്രമേ ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. സിസേറിയൻ പോലെയുള്ള വലിയ ഓപ്പറേഷൻസ് ഇല്ലേ, സിസേറിയൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കെന്താ, ചിലപ്പോ വലിയ ഓപ്പറേഷൻസ് അല്ലാത്തതും ഒക്കെ ഉണ്ടല്ലോ, ഹാർട്ടൊക്കെ ഇങ്ങനെ തുറന്നൊക്കെ വെച്ചിട്ട് ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ പോലത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു മാത്രം. ഫോർ എക്സാമ്പിൾ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ റീജിയണൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത് സിസേറിയൻ വേണ്ടിയിട്ടാണ്, അതൊരു എക്സാമ്പിൾ ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത് 3 രീതിയിലുള്ള അനസ്തേഷ്യാസ് ആണ്. പിന്നെ നമ്മൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് പറഞ്ഞു, അതിന് കൂടുതലൊന്നും നമുക്ക് അറിയേണ്ടതില്ല. വിച്ച് ആർ ദ അതർ നെയിംസ് ഫോർ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്? മറ്റെന്തെങ്കിലുമൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ടോ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്? ഇന്റൻസീവ് ട്രീറ്റ്മെന്റ്, ഹൈലി intensive treatment unit. ഇന്റൻസീവ് കെയർ യൂണിറ്റ്, സ്പെഷ്യലൈസ്ഡ്. ഓക്കെ, അതൊക്കെയാണ്. ഓക്കെ, അതാണ് അതിന്റെ മറ്റു പേരുകളൊക്കെ. ICUല് നമുക്കറിയാം പേഷ്യൻസ് എന്താ പറയാ കൂടുതൽ അറ്റൻഷൻ ആവശ്യമുള്ളതാണ്. പിന്നെ there will be number of beds will be very small, കുറച്ച് നമ്പർ ഓഫ് ഉണ്ടാകുന്നുള്ളൂ. പിന്നെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്, നഴ്സസ്, physiotherapists, anesthetics, then dietitians, etc. will be available at any time in ICU. ICUല് അവരൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ICUല് പറഞ്ഞത്. പിന്നെ ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ആൻഡ് വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെർമറ്റോളജി സർവീസസ് ഗിവൺ? ഏതൊക്കെ തരത്തിലുള്ള ഡെർമറ്റോളജി സർവീസസ് ആണ്, എന്തൊക്കെ പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ഡെർമറ്റോളജി സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഫാത്തിമ ചോദിക്കുന്ന ആള് പറയാ പ്ലീസ്. ഫാത്തിമ ഒരു പേര് ഒരു പ്രാവശ്യം ഞാൻ വിളിക്കുള്ളൂ, അത് കഴിയുമ്പോൾ ഞാൻ വിളിക്കില്ല കേട്ടാ. ഗൗരി. Yes, ma'am. പറയും. Pigmentation, vitiligo, hair loss, hair fall, unwanted hair, moles, പിന്നെ scars, പിന്നെ wart, wrinkling ഇല്ലേ, ഏജിങ് സ്കിൻ അല്ലെ, ആക്നെ, ഇത്തരം പ്രോബ്ലംസ് ഒക്കെ മാനേജ് ചെയ്യുന്നത് ഈ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. പിന്നെ നമ്മൾ ENT എന്ന് പറയുന്ന എന്താ പറയാ ഇയർ നോസ് ത്രോട്ട് എന്ന് പറയുന്നത്. ഹു ഈസ് ദ സ്പെഷ്യലിസ്റ്റ് സർജൻ ഓഫ് ENT? ENTയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് സർജനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹു ഈസ് ദാറ്റ്? ജിൻറ്റു ആൽബിൻ പറയാമോ? ജിൻറ്റു ഒന്നുകൂടി പറയാമോ? യെസ് മാഡം. ഓട്ടോലറിംഗോളജിസ്റ്റ് കേട്ടാ, ഓട്ടോലറിംഗോളജിസ്റ്റ്.
അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് പഠിക്കുക. ഒരു ടങ് ട്വിസ്റ്റർ പോലെയൊക്കെ അങ്ങനെ പഠിക്കുക. ഓട്ടോലറിംഗോളജിസ്റ്റ് കുറച്ചു നേരം പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആകും. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എയിൽമെന്റ്സ്, വെറൈറ്റി ഓഫ് എയിൽമെന്റ്സ് ആർ പ്രൊവൈഡഡ് ഇൻ, ഒരുപാട് എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതില് ഒരു 2 ഒന്ന് പറയാമോ? മഞ്ജുഷ, ഉറങ്ങിയിരിക്കുന്നവരെയൊക്കെ ഉറക്കത്തിന്ന് വിളിക്കുന്നതാണ്. മഞ്ജുഷ പറയൂ. ടു എയിൽമെന്റ്സ് അണ്ടർ ENT, 2 ട്രീറ്റ്മെന്റുകൾ ENT കിട്ടുന്ന 2 ട്രീറ്റ്മെന്റിന്റെ പേര് പറയോ? വാട്സ് മൗസ് പിഗ്മെന്റേഷൻ ഞാൻ പറയാം. ഞാൻ എവിടെയാ ചോദിച്ചത്? മഞ്ജുഷ കേട്ടിരുന്നോ? ചോദിച്ചത് വേറെ, ചോദിച്ച ചോദ്യം വേറെ, ആൻസർ പറഞ്ഞത് വേറെ ആയിപ്പോയി. മേഘന ഒന്ന് പറയാമോ? മേഘന ഉണ്ടോ? ഇല്ല. മായ പറയൂ. മായ. വോയിസ് ഡിസോർഡർ, ENT അലർജി പ്രോബ്ലംസ്, നെക്ക് ക്ലംസ്, ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, പിന്നെ ബാലൻസിങ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, സ്നോറിംഗ്, അതായത് ജനറൽ ഇയർ നോസ് ആൻഡ് ത്രോട്ട് ഡിസീസ് ഒക്കെ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ENT-യിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ജനറൽ ഇയർ നോസ് ത്രോട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. നെക്ക് ലംസ്, അതായത് നെക്കിന്റെ അവിടെ ഇങ്ങനെ തള്ളി നിൽക്കുന്നത്. അന്നേരം ചില ആളുകൾ ചോദിച്ചു ഇതിനകത്ത് തൈറോയിഡ് വരുമോന്ന്. തൈറോയിഡ് എന്ന് പറയുന്ന പ്രോബ്ലം ഇല്ല. അപ്പൊ തൈറോയിഡ് ആണെന്ന്, ഇത് ഈ നക്കില് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ തടിപ്പ് അല്ലെങ്കിൽ സ്വെല്ലിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന അവസ്ഥ, ലിംഫിൽ ഉള്ളിൽ ചിലത് ഇങ്ങനെ പുറത്തേക്ക് കാണില്ല, ഉള്ളിൽ തന്നെ ഇങ്ങനെ അതിന്റെ ലിംഫ് ഇങ്ങനെ വളർന്ന് കുറച്ച് വീർത്ത പോലെയൊക്കെ ഇരിക്കും. അപ്പൊ അത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെന്റ് കണ്ടു കഴിയുമ്പോൾ, അത് ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ they can understand what is the problem. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് സാധാരണ വരുന്ന ഒരു ത്രോട്ട് പ്രോബ്ലം മാത്രമാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് അണ്ടർ ENT. ENT-യിൽ തന്നെയായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുക. Otherwise, if it is not curable under ENT, they will identify what is the problem. വീണ്ടും അവര് പരിശോധിക്കും എന്താണ് ഇതിന്റെ പ്രശ്നമെന്ന്. So they can understand if it is some other causes, മറ്റുള്ള എന്തെങ്കിലും കാരണങ്ങളാണെന്ന് അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ അവര് they will suggest it to other departments. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പേഷ്യന്റിനെ സജസ്റ്റ് ചെയ്യും, അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ തൈറോയിഡ് ആണെങ്കിൽ തൈറോയിഡിന് വേണ്ടി ചികിത്സിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ്. നമ്മൾ പോകുന്നത് ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ് ഈസ് ദ മെഡിസിൻ വിച്ച് ഡീൽസ് വിത്ത് ദ എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എൻഡോക്രൈൻ, അന്തസ്രാവി ഗ്രന്ഥി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? മലയാളത്തിലൊക്കെ പണ്ടൊക്കെ അതൊക്കെ ഇങ്ങനെ എപ്പോഴും ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഫുൾ ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ. അപ്പൊ ചിലപ്പോ ആ വാക്കൊക്കെ ചിലപ്പോ പോയിട്ടുണ്ടാകും. കുറച്ച് പിള്ളേർ മാത്രമേ മലയാളം മീഡിയത്തിലൊക്കെ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഇംഗ്ലീഷിലൊക്കെ പോരായ്മകൾ ഉള്ളതുകൊണ്ടാകും നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കുട്ടികളൊക്കെ ആക്കുക. അപ്പൊ എന്താ പറ്റുക, ഇങ്ങനെ ചില വേർഡുകളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഒരു സാമ്യമൊന്നും ഉണ്ടാവില്ല. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെഡിസിൻ പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ആണ് ഏതിൽ കിട്ടുക? നമുക്ക് എൻഡോക്രൈനോളജി എന്ന് വിളിക്കും, എന്നതിൽ കിട്ടുക. അപ്പൊ എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്ലസ് ദ എൻസൈംസ് ഓർ ദ ഹോർമോൺസ് ദാറ്റ് പ്രൊഡ്യൂസസ്. അതായത് എൻഡോക്രൈൻ എന്ന് പറയുന്ന ഗ്ലാൻഡും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും, ഇത് രണ്ടും കൂടി ചേർന്ന മൊത്തത്തില് ഇതിന്റെ ഒരു സം ടോട്ടലിനെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് വിളിക്കുക. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന അപാകതകളാണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ്, എന്തൊക്കെയാണ് അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിന് അത് വരിക? ഒരുപാട് സാധനങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. പേരുകളൊന്ന് ജസ്റ്റ് കേട്ടിരിക്കുക, അതെന്തൊക്കെയാണെന്ന് ഓരോന്ന് നമുക്ക് പറയാം. പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഇതൊക്കെയാണ് ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. നമ്മുടെ ശരീരത്തിലുള്ള സാധനങ്ങൾ ഇതൊക്കെ പേരുകളൊക്കെ: പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഓവറീസ് ആൻഡ് ടെസ്റ്റിസ് ഒക്കെ അറിയാം. അത് എന്താ പറയുക, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ്, അതായത് സെക്ഷൽ ഓർഗൻസ് ആണ്, സെക്സ് ഓർഗൻസ് ആണെന്ന് അറിയാം. അതുകൂടാതെ
മറ്റ് തരത്തിലുള്ള ഗ്ലാൻഡുകളുടെ പേരുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. പാൻക്രിയാസ് വിച്ച് പ്രൊഡ്യൂസസ് ഇൻസുലിൻ, അല്ല ഇൻസുലിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. തൈറോയിഡ്, പാരാതൈറോയിഡ് ഒക്കെ അറിയാലോ. ഇപ്പൊ തൈറോയിഡ്, പാരാതൈറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 എന്താ പറയാ 2 pairs വീതം, 2 ജോഡികൾ വീതം നമ്മുടെ ഈ തൈറോയിഡ് ഗ്ലാൻഡിന്റെ അപ്പുറപ്പുറമായിട്ട് 2 വീതം, അതായത് 2 pairs ആയിട്ട് കാണുന്ന ഒരു ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ്. അത്തരം ഗ്ലാൻഡുകളെയാണ് നമ്മൾ പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് വിളിക്കാം. പിന്നെ ഹൈപ്പോതലാമസ് പറഞ്ഞു, അത് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പാർട്ടാണ്. 5 parts ഉണ്ട് ബ്രെയിനിനകത്ത്. അതിൽ വരുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ഹൈപ്പോതലാമസ്, വിച്ച് കൺട്രോൾസ് അവർ ടെമ്പറേച്ചർ, നമ്മുടെ ടെമ്പറേച്ചർ, അതുപോലെ വാട്ടർ ലെവല്, ദെൻ ഹങ്കർ, നമുക്കുണ്ടാകുന്ന വിശപ്പൊക്കെ ഇല്ലേ, ഇതൊക്കെ വെറുതെ വരുന്നതൊന്നുമല്ല. നമ്മുടെ ഇൻഫർമേഷൻ മെസ്സേജ് ബ്രെയിനിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഹങ്കർ ഫീലിംഗ് എന്ന് പറഞ്ഞത് വരിക. അല്ലാണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ. ബ്രെയിനിന്റെ 5 parts ഉണ്ട് ബ്രെയിനിനകത്ത്. അത് ഫുള്ളൊന്നും പറയുന്നില്ല, ഞാനിപ്പോ 5 പാർട്ടാണ്. അതിനകത്ത് ഒരു ഭാഗമാണ്. ഇപ്പൊ ചിലതിനൊക്കെ 5 ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൽ ഒരു ഭാഗമാണ് നമ്മളുടെ എന്തെന്ന് വിളിക്കുക, ഹൈപ്പോതലാമസ് എന്ന് വിളിക്കാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഹൈപ്പോതലാമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇതാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ എന്താ പറയാ ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വിശക്കുന്നു, കരയണം എന്ന് തോന്നും, ചിരിക്കണം എന്ന് തോന്നും. ഇതൊക്കെ നമ്മളുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളാണെന്നുള്ള കാര്യം അറിയാലോ അല്ലെ. നമ്മൾക്ക് ഒരു മെസ്സേജ് കിട്ടും. നമ്മളിപ്പോ എന്തെങ്കിലും സന്തോഷകരമായ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ, അല്ലെ ഒരു കോമഡി സീനൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാനുള്ള ഇൻഫർമേഷൻ നമ്മുടെ മെസ്സേജിൽ നമുക്ക് ബ്രെയിനിലേക്ക് കൊടുക്കും. അപ്പോഴാണ് നമ്മൾ ചിരിക്കാനാണ്. നമ്മളുടെ ഈ പറയുന്ന പ്രക്രിയകളൊക്കെ എന്താ പറയാ കണക്ട് ചെയ്ത് നമ്മൾ വിചാരിച്ചിട്ട് ഒരു ഓട്ടോമാറ്റിക് മെഷീൻ പോലെ ഇങ്ങനെ പുറത്തേക്ക് വരാറുണ്ട്. പക്ഷെ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തേക്ക് വരുമ്പോ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ നമ്മുടെ ശരീരത്തിലെ വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യാൻ, ടൂ മച്ച് ആകാൻ പാടില്ല, കൂടുതലാവാനും കുറവായാലും പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ എന്താ പറയാ ഹങ്കർ, നമ്മുടെ വിശപ്പ് എന്ന് പറയുന്ന ഒരു വികാരമുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് അറിഞ്ഞിരിക്കുക. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ എന്ന് പറയുന്നത് അതിനകത്ത് ഏതാ പറയുന്നത്, ഹൈപ്പോതലാമസ് അഡ്രീനൽ ഗ്ലാൻഡുകളാണ്. അഡ്രീനൽ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ എബൗല് മുകളിൽ കാണുന്ന ഒരു ഗ്ലാൻഡ് തന്നെയാണ്. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആണ് ഇനി അടുത്തത്. പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പീയൂഷ് ഗ്ലാൻഡ് എന്നും അതിന് പേരുണ്ട്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് പീയൂഷ് ഗ്ലാൻഡ് ആൻഡ് വിച്ച് ഈസ് ദ മാസ്റ്റർ ഗ്ലാൻഡ്. ഏറ്റവും വലുതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് പറയാ. കാരണം എന്താണെന്ന് പറയുക, ഇതിന് പ്രധാനപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം ഇത് എന്താ പറയാ, ഇത് പ്രധാനമായിട്ടും മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടി എന്താ പറയാ കുറച്ച് കൂടുതൽ പെർഫോമൻസ് ഉള്ള ഇതായതുകൊണ്ടാണ് അതിന് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പേരുണ്ട്. അതിന്റെ പ്രത്യേകത അതിനൊരു പീനട്ടിന്റെ, അതായത് നമ്മുടെ പയർവിത്തില്ലേ, അതിന്റെയൊക്കെ ഒരു എന്താ പറയാ ഒരു ഷേപ്പാണ് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഹോർമോൺസ്, പലതരത്തിലുള്ള ഹോർമോൺസ് ഒക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ട്. ഇതിനും ഈ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ സർവീസസ് ആണ് വിച്ച് ഡീൽസ് വിത്ത് ദ ഹോർമോൺസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻഡ്സ്. ഇതിനൊക്കെ ഉണ്ടാകുന്ന ഹോർമോണുകൾക്കും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് നമ്മുടെ എൻഡോക്രൈനോളജിയിൽ കൊടുക്കുക. ആൻഡ് ഓൾസോ ഇറ്റ് വർക്ക്സ് ക്ലോസ്ലി വിത്ത് ദ സ്പെഷ്യലിസ്റ്റ് ലൈക്ക് ഒഫ്താൽമോളജി, റേഡിയേഷൻ ഓങ്കോളജി, പിന്നെ സർജറി, ഒബ്സ്റ്റട്രിക്സ്, ദെൻ ട്രാൻസ്പ്ലാന്റേഷൻസ് മാത്രമല്ല ആൻഡ് സം അതർ ടൈപ്സ് ഓഫ് സ്പെഷ്യാലിറ്റി സർവീസസ് വിച്ച് ഇസ് പ്രൊവൈഡഡ്. മെഡിക്കൽ പ്രോബ്ലംസ് ഒരുപാട് കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. അതായത് ഒഫ്താൽമോളജി എന്നൊക്കെ എന്ന് വെച്ചാൽ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുണ്ട്, ഗ്ലാൻഡ് ഉണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിലെ കണ്ണുനീര് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. നമ്മൾ അതിന് കാര്യം പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ടിയർ ഡക്ട് പ്രോബ്ലം എന്ന് പറഞ്ഞിരുന്നു ENT എന്ന് വെച്ചാൽ കണ്ണുനീര് പുറത്തേക്ക് വരാതിരിക്കുന്ന പ്രശ്നം തന്നെയാണ്. അപ്പൊ കരയണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കില്ല. അതുകൊണ്ട് ചില ആളുകൾക്ക് പല രീതിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമുക്ക് ഇത് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം പ്രോബ്ലംസ് എന്തുകൊണ്ട് ആളുകൾ ടിയർ ഡക്ട് പ്രോബ്ലം എന്തുകൊണ്ട് അത് ക്യൂർ ചെയ്യുന്നു? ആ ഒരു എന്താ പറയാ ചെറിയ ഒരു എന്താ നമ്മൾ പറഞ്ഞല്ലോ ഒരു തിൻ പ്രോബ് പോലത്തെ ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് ആണ് കടത്തി വിട്ടിട്ട് അതിനകത്തേക്ക് സ്റ്റെറൈൽ വാട്ടർ, അവരുടെ മെഡിസിൻ ഒക്കെ ചേർത്തിട്ടുള്ള സ്റ്റെറൈൽ വാട്ടർ ഈ ഡക്റ്റിൽ കൂടി, അതായത് ആ ഓപ്പണിങ്ങിലൂടെ കടത്തി വിട്ട് അത് ഫ്ലഷ് ചെയ്ത് ആ ഒരു പാത്ത് വേ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോബ്ലം നമ്മൾ പറഞ്ഞു. അപ്പൊ അത് പോകാത്തത് കൊണ്ട് ആ പോകാത്തതിന്റെ ബുദ്ധിമുട്ട് അവർക്കേ അറിയുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുപോലെ നമ്മളുടെ ഒഫ്താൽമോളജി ആ പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്ത് ചെയ്യും, അകത്തേക്ക്
കണക്റ്റഡ് ആണ് ഈ എൻഡോക്രൈനോളജിയിൽ. കാരണം ഇത്തരം പ്രോബ്ലംസ് ഇഫ് ദേ ഫൈൻഡ് ദാറ്റ് ഈ ഒഫ്താൽമോളജിസ്റ്റ് ഇഫ് ദേ ഫൈൻഡ് ദാറ്റ് ദർ പ്രോബ്ലം ഈസ് റിലേറ്റഡ് ടു സം ഗ്ലാൻഡ്സ്, കണ്ണിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം ഇത്തരം ഗ്ലാൻഡുകളുടെ പ്രശ്നമാണ്. അപ്പൊ ആ ഗ്ലാൻഡിന് വേണ്ടിയിട്ട് വരുന്ന ചികിത്സ കൊടുക്കേണ്ടത് ഇവരാണ്, എൻഡോക്രൈനോളജിയാണ്. അപ്പൊ അതുകൊണ്ട് അവരങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യും. പിന്നെ റേഡിയേഷൻ ഓങ്കോളജി, റേഡിയേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരുന്ന ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, സർജറി, ഒബ്സ്ട്രെട്രിക്സ്, അതായത് പ്രസവാനന്തരം ഉണ്ടാകുന്ന ചില സർജറീസ് ഒക്കെ നമുക്ക് പ്രസവം നിർത്താനോ അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഓപ്പറേഷൻസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അവിടെയും എന്തെങ്കിലും തരത്തിലുള്ള ഗ്ലാൻഡുകൾക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ട്രീറ്റ്മെന്റുകൾ, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻസ്, നമ്മുടെ ഗ്ലാൻഡുകളുടെയൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻസ്, ഇതെല്ലാം തന്നെ വൈഡ് ഒരു റേഞ്ച് തന്നെയാണ് എൻഡോക്രൈനോളജിയിൽ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ ഓൾസോ സം അതർ പ്രോബ്ലംസ്, മറ്റ് കുറെ പ്രശ്നങ്ങളും ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഡയബറ്റീസ് കേട്ടിട്ടുണ്ടോ? എന്താ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഷുഗർ എന്ന് പറയും അല്ലെ. അപ്പൊ ഷുഗർ എന്ന് പറയുന്നത് എന്താണ് ഈ ഷുഗർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഞ്ചസാരയാണ്. ഈ പഞ്ചസാര നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ, അതായത് ബ്ലഡ് സ്ട്രീമിനകത്ത് പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വരുന്ന അവസ്ഥ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് അത് ചോറ്, അപ്പോഴാണ് ഈ ബ്ലഡ് അതായത് ഷുഗർ വന്നു കഴിയുമ്പോ അത്തരം ആളുകൾക്ക് ഷുഗർ ഒക്കെ വന്നു കഴിയുമ്പോ എന്താ പറയാ, ഈ ചോറൊക്കെ കഴിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ പറയും. ചോറിന് പകരം മറ്റേതെങ്കിലും തരത്തിലുള്ള ഫുഡ് അല്ലെ, ധാന്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ, പച്ചക്കറികളൊക്കെ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കൂ. അത് ഓയിൽ ചേർത്തിട്ട് നമ്മൾ അതിനെ കഴിക്കരുത്. പിന്നെ ചപ്പാത്തികളൊക്കെ അല്ലെങ്കിൽ മറ്റ് റാഗി പോലെയുള്ള അത്തരം കോൺസെപ്റ്റ്, അത്തരം ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ വെച്ചിട്ടുള്ള പൊടികൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെയാണ് ആവശ്യപ്പെടുക. അപ്പൊ ഷുഗർ കണ്ടന്റുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കാൻ. പൊട്ടറ്റോ അതിനകത്തൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ, പിന്നെ ബനാനാസ് ചിലതൊക്കെ കഴിക്കാൻ പാടില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. കാരണം അതൊക്കെ കഴിക്കുമ്പോൾ കൂടുതൽ ഷുഗർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് വരും. സോ ടു റെസിസ്റ്റ് ആ ഒരു ഷുഗർ കണ്ടന്റിനെ ഇല്ലാതാക്കാനായിട്ട് സംടൈംസ് ദ പാൻക്രിയാസ് may not produce adequate insulin in our body. ഇങ്ങനെ ഒരു അവസ്ഥ വരും. ഏത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അത് എപ്പോഴും വരുന്നതല്ല, അത് അതിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ എന്താ പറയാ പതുക്കെ ചിലപ്പോൾ പ്രായാധിക്യം കൊണ്ടാകാം. നമ്മളിങ്ങനെ ഏജ് കൂടി വരുമ്പോ കൊച്ചുകുട്ടികൾക്ക് എത്രത്തോളം ഷുഗർ ഉപയോഗിച്ചിരുന്നോ അത് നമ്മളിങ്ങനെ അന്നോടേക്ക് ഉപയോഗിക്കുകയാണല്ലോ. അപ്പൊ അതിനെയൊക്കെ മെൽറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും ഇല്ലാതാക്കാനും ഒക്കെ ഈ ഇൻസുലിൻ, നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ കൊണ്ട് പറ്റും. പക്ഷെ പോകെ അത് കുറെ കഴിയുമ്പോൾ അതിന്റെ ആ പ്രൊഡക്ഷൻ കുറയും. ഇൻസുലിൻ സ്വന്തമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. സോ ദാറ്റ് ദ പേഴ്സൺ മേ ബിക്കം ഷുഗർ പേഷ്യന്റ്. അങ്ങനെ വരുമ്പോഴാണ് അവര് ഡയബറ്റിക് പേഷ്യന്റ് ആകുക അല്ലെങ്കിൽ ഷുഗർ പേഷ്യന്റ് ആയി മാറുന്നത്. അപ്പൊ ഇൻസുലിൻ ഇല്ല, ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒക്കെ ഷുഗർ കണ്ടന്റ് പോയി ബ്ലഡിനകത്ത് അടിഞ്ഞുകൂടി ബ്ലഡ് സ്ട്രീമിനകത്ത് നിറച്ച് ഷുഗർ കണ്ടന്റ് വരും. അപ്പൊ അതില്ലാതാക്കാൻ വി ഹാവ് ടു ടേക്ക് ഇൻസുലിൻ ഫ്രം ഔട്ട്സൈഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസുലിൻ ഇൻജെക്ട് ചെയ്ത് ബോഡിയിലേക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോഴാണ് ഇൻസുലിൻ ഇൻജെക്ഷൻ. ഡയറക്റ്റ് വേഗം തന്നെ ഇൻസുലിൻ എടുക്കില്ല, അതിങ്ങനെ കുറച്ച് മരുന്നുകളൊക്കെ ആയിട്ട് കൊടുത്തു നോക്കും. പക്ഷെ എന്നിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലാണ് ഈ ഇൻസുലിൻ കൊടുക്കുക. അപ്പൊ ഡയബറ്റീസ് അതാണ്. പിന്നെ ന്യൂട്രീഷനും അത് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ വിചാരിക്കും കുട്ടികൾക്കൊക്കെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന്. പക്ഷെ എവറിത്തിങ് ടു മച്ച് ഈസ് ബാഡ്. നമുക്കറിയാം എന്ത് സാധനം നമ്മൾ അധികമായി കഴിഞ്ഞാൽ അത് അമൃതം വിഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂട്രീഷനും ഒരു അളവൊക്കെ ഉണ്ട്. എന്ത് സാധനം നമ്മുടെ ശരീരത്തിൽ ഒരു അളവുണ്ട്. അബൌണ്ട് അല്ലെങ്കിൽ ബിയോണ്ട് ദാറ്റ് എന്ത് ബിക്കംസ് പ്രോബ്ലം. അത് എത്ര കൂടുതലായി കഴിയുമ്പോൾ എന്ത് സാധനം അത് പ്രശ്നമായി മാറും. അപ്പൊ ന്യൂട്രീഷൻ പ്രശ്നമാണ്. പിന്നെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് ഒരു കാൽഷ്യം ബോൺ ഡിസോർഡേഴ്സ് ആണ്. നമ്മുടെ കാൽഷ്യം ഡിസോർഡർ കൊണ്ട് കാൽഷ്യം കണ്ടന്റ് ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ല അല്ലെങ്കിൽ കൂടിപ്പോയി, അതും പ്രശ്നമാണ്. എല്ലാത്തിനും ഒരു ആവറേജ്, ഒരു ശരാശരി കണക്കാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്. അത് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നമുണ്ട്. അപ്പൊ കാൽഷ്യം കണ്ടന്റ് കൂടുതലാവുമ്പോഴും കുറഞ്ഞു പോയാലും ബോൺസിന് ഡിസോർഡേഴ്സ്, എല്ലുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി എന്താ പറയാ എല്ലൊക്കെ പൊടിഞ്ഞു പോകുന്നു, ക്ഷയം എന്താ പറയാ എല്ല് ക്ഷതം അങ്ങനെ എന്തോ പറയും. അപ്പൊ അത് സംഭവിക്കും അല്ലെ. പിന്നെ എന്താ പറയാ തേയ്മാനം അല്ലെ, അതും ഉണ്ടാകും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഈ ഓസ്റ്റിയോപോറോസിസിനകത്ത് വരുന്നതാണ്. പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്, അതായത് നമ്മുടെ സെക്ഷൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് ആണത്. പിറ്റ്യൂട്ടറി ഗൊണാഡ് എന്ന് പറയുമ്പോൾ ഈ സെക്ഷൽ ആയിട്ടുള്ള ഓർഗാൻസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ, അതിൽ വരുന്ന ചില ഡിസോർഡേഴ്സ് ആണ് ഈ പറയുന്നത്. പിന്നെ തൈറോയിഡ്, അതും അതെ, കൂടുതലും ആവാനും പാടില്ല, കുറഞ്ഞാലും പോകാനും പാടില്ല. കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആവറേജിലേക്ക് കൊണ്ടുവരണം. അതിന്റെ ഒരു ലിമിറ്റിലേക്ക്, അതായത് ഒരു മീഡിയം ലെവലിലേക്ക് കൊണ്ടുവരണം. മരുന്നൊക്കെ കഴിച്ച്
അല്ലെങ്കിൽ പ്രോബ്ലംസ് ആകും. കുറഞ്ഞു പോയാലും അത് തന്നെ ഉയർത്തി അത് ലെവലിലേക്ക് കൊണ്ടുവരണം. ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻസ്, അതായത് ആണും പെണ്ണും തമ്മിലുള്ള ഇന്റർസെക്സ് മെഡിസിൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ജെൻഡറിൽ നിന്ന് മറ്റൊരു ജെൻഡറിലേക്ക് ആളുകൾ മാറുമ്പോൾ ഉണ്ടാകുന്ന അത്തരം പ്രശ്നങ്ങൾ, അത് ഓർഗൻസിലൊക്കെ മാറ്റം വരും. അതുപോലെ തന്നെ അവരുടെ ഹോർമോണുകളിൽ ചേഞ്ച് വരും. ആണുങ്ങളുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസ് അല്ല പെണ്ണുങ്ങളുടെ ശരീരത്തിലുള്ളത്, അല്ലെ? ഒരു വ്യത്യാസമൊക്കെയാണ്. നമ്മൾ ഇക്വാലിറ്റി പറയുമെങ്കിലും പക്ഷെ നമ്മളുടെ ബോഡി സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നതിൽ ഒരു രൂപമൊക്കെ ഉണ്ട്. അപ്പൊ അതിന് അല്ലെ, അപ്പൊ നമുക്ക് അറിയാം അങ്ങനെയൊക്കെയാണെന്ന്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ ട്രീറ്റ് ചെയ്യാൻ. ട്രാൻസ്പ്ലാന്റേഷൻസ്, പല അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതും ഒക്കെ ഈ എൻഡോക്രൈനോളജിയിൽ വരാം. അപ്പൊ ഒരു വൈഡ് റേഞ്ച് തന്നെയാണ് എൻഡോക്രൈനോളജിയിൽ വരിക. അപ്പൊ നമ്മൾ ഇന്നലെ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് ഇവിടെ കിട്ടി. ഇന്നലെ ആരോ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, നമ്മുടെ നെക്ക് എന്താ പറയാ, നമ്മുടെ നെക്കിനകത്ത് വരുന്ന നെക്ക് ലംബ് എന്ന് പറയുന്നത് തൈറോയിഡ് ആയിട്ട് വരുമോ ഇല്ലേന്ന്. ഇല്ല, എല്ലാ നെക്ക് ലംബുകളും may not be thyroid. അതെല്ലാം തൈറോയ്ഡ് ആകണം നിർബന്ധമില്ല. സോ തൈറോയ്ഡ് ആണെന്ന് if they can identify, അവരത് മനസ്സിലാക്കി കഴിയുമ്പോൾ they will suggest to this department, എൻഡോക്രൈനോളജിയിലേക്ക് ആയിരിക്കും സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഇതിനകത്ത് കുറച്ച് വേർഡ്സ് നമുക്ക് എഴുതി വെക്കാനുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായെങ്കിൽ എഴുതാം. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് എഴുതാമെന്ന് എന്റെ സമയം കടന്നുപോയാലേ അടുത്ത ക്ലാസ്സിലേക്കുള്ള ആള് വരുമ്പോഴേക്കും നിങ്ങൾ തീരില്ല. പിന്നെ നിങ്ങൾ ഡൗട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഡൗട്ടല്ല, നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞേ. ക്ലിയർ ആയോ? ഈ പോയിന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി മാം. ഞാൻ പറയുന്നത് വേഗം എഴുതുക. എൻഡോക്രൈനോളജി എന്ന് ഹെഡിങ് കൊടുക്കാം. എൻഡോക്രൈനോളജി, എൻഡോക്രൈനോളജി. അതിന്റെ താഴെ ഫസ്റ്റ് പോയിന്റ് ചെയ്ത് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം ഒരു ഹൈഫൻ ഇടാം. എൻഡോക്രൈൻ ഗ്ലാൻഡ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് endocrine gland and the hormones produced by endocrine gland and the hormones produced by them. എൻഡോക്രൈൻ ഗ്ലാൻഡും അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളും ഉൾപ്പെടുന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദം. അടുത്ത ഇതേതാ? ആണോ മേഡം? എന്താ അടുത്ത പോയിന്റ് ആണോ? അടുത്ത പോയിന്റ് ഏതാ? ആവശ്യമുള്ളതൊക്കെ ഞാൻ പറയാം. ഓക്കെ, പാരാതൈറോയിഡ്. അടുത്തത് പാരാതൈറോയിഡ്. ഹൈഫൻ ഇടാം. 2 pair of TWO, 2 pairs of small oval shaped glands located next to next means nearest, തൊട്ടടുത്ത്, അപ്പുറത്ത് തന്നെയായിട്ട്. next to 2 TWO, 2 ഉണ്ട്. ആദ്യം TO2 പിന്നെ TWO2. 2 തൈറോയിഡ് ഗ്ലാൻഡ്സ്, 2 തൈറോയിഡ് ഗ്രന്ഥികളുടെ തൊട്ടടുത്ത് കിടക്കുന്ന 2 ജോഡി ഓവൽ ഷേപ്പിലുള്ള ചെറിയ ഗ്ലാൻഡുകളെയാണ് നമ്മൾ പാരാതൈറോയിഡ് എന്ന് വിളിക്കുക. തൊട്ടടുത്ത് പാരാ മീൻസ് തൈറോയിഡിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും പാരാതൈറോയിഡ് എടുക്കുക. ടീച്ചർ ഒന്നുകൂടെ പറയൂ. അത് തന്നെ പറയണോ? ഞാൻ പറയാം. 2 pair of small oval shaped glands located next to the 2 TWO, 2 thyroid glands.
ഇനി ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് ഇവിടെ ഒന്ന് ഇടാ. നിങ്ങൾ അതൊരു മെസ്സേജ് പോലെ ആ ഒരു നോട്ട് ഒന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം കേട്ടോ. അപ്പൊ ബാക്കിയുള്ളവർക്ക് പോയിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. ഓക്കെ, അതിൽ നമ്മുടെ സമയം പോകും വെറുതെ. ഒരു അവിടെ ചിലപ്പോ റേഞ്ച് പ്രശ്നം കൊണ്ടായിരിക്കും അവർക്ക് ക്ലിയർ ആയിട്ട് കിട്ടാത്ത, ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുവേ. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് ഏതാ, ഇടയ്ക്ക് ലാസ്റ്റ് എഴുതി കാണിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ അവർ അത് എഴുതാൻ നിൽക്കും, ഇപ്പൊ പറയാൻ പോകുന്നതും കിട്ടില്ല അവർക്ക്. നെക്സ്റ്റ് വൺ അടുത്ത് ഏതാ, ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് നോട്ടിൽ നോക്കി സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് ചെയ്ത HYPOTHALAMUS. ഹൈപ്പോതലാമസ്. ഒരു ഹൈപ്പൻ ഇട്ടിട്ട് ചെയ്താ എ പാർട്ട് ഓഫ് ബ്രെയിൻ. എ പാർട്ട് ഓഫ് ബ്രെയിൻ. 5 ഭാഗങ്ങളുണ്ട് ബ്രെയിനിന്, അതിൽ ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. എ പാർട്ട് ഓഫ് ബ്രെയിൻ which controls a part of brain which controls temperature, water level and hunger. HUNGER. A part of brain which controls temperature, water level and hunger. Okay, next word is the adrenal gland. Gland above the kidney. Gland above the kidney. Gland above the kidney. അടുത്തത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഹൈഫിനിട്ടിട്ട് എഴുതാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഹൈഫിനിട്ടിട്ട് എഴുതാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആദ്യം എഴുതാം, അത് കഴിഞ്ഞ് ഹൈഫിൻ ഇടാം, ചെറിയ ഡാഷ് ഇടാം, എന്നിട്ട് എഴുതാം പീയൂഷ് ഗ്ലാൻഡ്. അതിന് മറ്റൊരു പേരാണ് പീയൂഷ് ഗ്ലാൻഡ്. PIYUSH. പീയൂഷ് ഗ്ലാൻഡ്. ഹൈഫിനിട്ടിട്ട് എഴുതാം is the master gland. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട് വീണ്ടും പീയൂഷ് ഗ്ലാൻഡ് വീണ്ടും ഹൈഫൻ ഇടണോ? ഗ്ലാൻഡ് എന്ന് എഴുതിയിട്ട് ഈസ് ദ മാസ്റ്റർ ഗ്ലാൻഡ്. മാസ്റ്റർ ഗ്ലാൻഡ് ആണത്. ഗ്ലാൻഡുകളുടെ മാസ്റ്റർ ഗ്ലാൻഡ് which have the shape of a P. Which have the shape of a P. PEA. P എന്ന് പറഞ്ഞാൽ പയർ. ഷേപ്പ് PEA. ഇല്ലേ പയറ് ആ സാധനം. അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, പൈനിയൽ അല്ലെങ്കിൽ പീനിയൽ എന്ന് വിളിക്കാം. പൈനിയൽ ഗ്ലാൻഡ്. PINEAL or പീനിയൽ രണ്ടും പറയാൻ കുഴപ്പമില്ല. പീനിയൽ ഗ്ലാൻഡ്. Pineal gland hyphenated എഴുതാം. It is the gland which, ഈ ഗ്ലാൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താ പ്രത്യേകത, നമ്മളുടെ പാരാതൈറോയിഡ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് നമുക്ക് എന്താ പറയുക, നമ്മളുടെ ഹങ്കറിനെ കൺട്രോൾ ചെയ്യാൻ, വാട്ടർ ലെവലിൽ നമ്മുടെ ശരീരത്തിൽ കൺട്രോൾ ചെയ്യാൻ, ടെമ്പറേച്ചറിലേക്ക് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് എന്താ പറയാ ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മൾ ദൈനംദിനമായിട്ട് ചെയ്യുന്ന ചില പ്രവർത്തികളില്ലേ, രാവിലെ എഴുന്നേൽക്കുക, അതൊക്കെ നമ്മളുടെ ഈ പൈനിയൽ ഗ്ലാൻഡിന്റെ പ്രവർത്തനമുണ്ട്. രാവിലെ ഇത്ര സമയത്ത് എഴുന്നേൽക്കണമെന്ന് നമുക്ക് തോന്നിക്കുന്നത് ഇതാണ്. ബ്രഷ് ചെയ്യുക, അങ്ങനെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇതിനെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് കൂടി പേരിട്ടിട്ട. ബയോളജിക്കൽ ക്ലോക്ക് മീൻസ് അത് ക്ലോക്കിന്റെ പ്രത്യേകത ഇങ്ങനെ നമ്മൾ കൃത്യമായ സമയത്ത് ഇങ്ങനെ സമയം ഇങ്ങനെ കാണിക്കാന്നാണല്ലോ. അത് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൃത്യമായിട്ട് ഒരേ രീതിയിൽ അത് ചെയ്യുന്നത്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഹൈഫനേറ്റഡ് എഴുതാ. It is a gland that controls day-to-day activities. Day-to-day activities. Pressure.
It is the smallest gland. ഏറ്റവും ചെറിയ gland ആണ് അത്. It is the smallest gland. It is the smallest gland and also called biological clock. And also called biological clock. Teacher, it is a smallest gland. Smallest gland and also called biological clock. Biological clock എന്നും അതിന്റെ പേരുണ്ട്. ബയോളജി ക്ലോക്ക് ആ മാഡം? ക്ലോക്ക്. ഓക്കെ. നെക്സ്റ്റ് മറ്റൊരിതാണ് ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡർ. ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡർ അതെന്താണെന്ന് എഴുതി വെച്ചേക്കാം. അത് ഒരു ഗ്രന്ഥിയുടെ തന്നെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ഡിസോർഡേഴ്സ് ആണ് ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ്. ഗൊണാഡ് ആണ് ഇവിടെ ആവശ്യം. ഇത് നമ്മുടെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഓർഗൻസിനകത്ത് പെട്ടതാണ്, അല്ലെങ്കിൽ സെക്ഷൽ ഓർഗൻസ് എന്നൊക്കെ പറയാം. ഗൊണാഡ് അഡ്രീനൽ സെക്ഷൽ ഓർഗൻസ് ഓർ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, സെക്ഷൽ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന gland which produce sexual hormones. Gland which produce sexual hormones. Okay. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഈ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ പഠിക്കാനായിട്ട് എങ്ങനെയാ ഞങ്ങൾക്ക് ഇതിന്നൊക്കെ വൺ വേർഡ് വരുമോ? ഇപ്പൊ മിസ് തന്ന നോട്ട് ഇതിനൊക്കെ അതെ വേണം. അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് അതിനുവേണ്ടിട്ട് തന്നെ എഴുതി തരുന്ന നോട്ടും നമ്മളുടെ കയ്യിലിരിക്കുന്ന പ്രിന്റഡ് നോട്ടും അത്രയും മാത്രം. ഇനി നിങ്ങൾ ഇതിന്നൊന്നും വേറെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി നിങ്ങൾ പഠിച്ച് എടുക്കണ്ട. ഓക്കെ, നമ്മളെ അതിനാണ് നിങ്ങളോട് ആദ്യമേ തന്നെ ഒരു നോട്ട് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ ഓരോ ടീച്ചേഴ്സും അവരവരുടെ ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ നിന്നും എക്സ്റ്റെൻഡഡ് ആയിട്ട് ഇവിടെ ഈ തന്നിരിക്കുന്ന പ്രിന്റഡ് നോട്ടിൽ നിന്നും എക്സ്റ്റെൻഡഡ് ആയിട്ട് അവർ തരുന്ന ഓരോ ചെറിയ കുറെ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഒരു ചാപ്റ്റർ വളരെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ ഇതുപോലെ എക്സ്ട്രാ നോട്ട്സ്, എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ. അപ്പൊ ആ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ആ ഒരു ചെറിയ ഭാഗം കൂടി അത് ഒന്ന് പഠിച്ചു വെക്കണം. അത് നിങ്ങൾക്ക് എക്സാമിനുള്ളതാണ്, അതുകൊണ്ടാണ് അത് നോട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, സോ നമുക്കിനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. നമുക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ് മെന്റ് ഫോർ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? Care of the aged people. Elderly people who are suffering from a wide range of illness and for which they seek their treatment. അതായത് ഒത്തിരി ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടുള്ള ഈ എൽഡർലി പീപ്പിൾ ഉണ്ടാകുന്ന സഫർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കിട്ടുക ജെറിയാട്രിക്സിൽ. എൽഡർലി ആകുമ്പോൾ കുറച്ചാണെങ്കിൽ നമുക്ക് 10-70 വയസ്സൊക്കെ വരെ ജീവിക്കാൻ ഇതുണ്ടെങ്കിൽ അതൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങൾ, ഒന്നിലധികം പ്രശ്നങ്ങൾ നമുക്ക് ബാധിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് ജെറിയാട്രിക്സിൽ പ്രൊവൈഡ് ചെയ്യാൻ. ഓൾസോ സം ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ്. ഇത്തരം ആളുകൾക്ക് നമുക്കറിയാം കുറെ തരത്തിലുള്ള ചില എക്യുപ്മെന്റുകൾ കൂടി അവർക്ക് വേണ്ടി വരും. എന്ന് വെച്ചാൽ ചിലപ്പോ നമ്മൾ ഒരു എക്സാമ്പിൾ ഒക്കെ പറയും വാട്ടർ ബെഡ് അല്ലെ, ഹോസ്പിറ്റൽസിൽ തന്നെ അവരെ സാധാരണ രീതിയിലുള്ള ബെഡിൽ ചിലപ്പോൾ കിടത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവർക്ക് കുറച്ചും കൂടി അവരുടെ ശരീരത്തിൽ ഇപ്പൊ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഈ വയസ്സായി കഴിയുമ്പോൾ കിടപ്പ് രോഗിയായി പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിഞ്ഞു പറഞ്ഞൊക്കെ സ്വന്തമായിട്ട് കിടക്കാൻ പറ്റില്ല. സോ ഒറ്റ പൊസിഷനിൽ അവരങ്ങനെ ഒരുപാട് കാലമൊക്കെ കിടക്കേണ്ടി വരുമ്പോൾ അവരുടെ സ്കിന്നിനൊക്കെ പ്രോബ്ലംസ് വരും, പൊട്ടാനൊക്കെ സാധ്യതകളുണ്ട്. സോ ദാറ്റ് കുറച്ചുകൂടി എന്താ പറയാ ഒരു ബെഡിന്റെ ഒക്കെ കാര്യങ്ങൾ ഫ്ലെക്സിബിൾ ആക്കാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് അവരെ അങ്ങനത്തെ ബെഡിൽ കിടത്താനൊക്കെ ആവശ്യപ്പെടും. അപ്പൊ അത്തരം സർവീസസ് കൂടി ഈ പറയുന്ന ജെറിയാട്രിക്സിൽ വരുന്നുണ്ട്. അവരുടെ ഇൽനെസ്സുകളെ ട്രീറ്റ് ചെയ്യുക മാത്രമല്ല ഇത്തരം സർവീസസ് ഓൾസോ ഈസ് പ്രൊവൈഡഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഈസ് കണക്റ്റഡ് വിത്ത് സം അതർ കമ്മ്യൂണിറ്റീസ്. ഇതിന് മറ്റ് പല കാര്യങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. എക്സാമ്പിൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ മൊബൈൽ തെറാപ്പി യൂണിറ്റുകൾ. ഇവരുമായിട്ട് കുറച്ച് എന്താ പറയാ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു ബന്ധം
ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഇവർക്ക് ഉണ്ടായിരിക്കും ഇത്തരം ജെറിയാട്രിക്സ് വിഭാഗത്തിലെ ഹോസ്പിറ്റൽസിലെ. കാരണം മൊബൈൽ തെറാപ്പി യൂണിറ്റുകൾ, ഫിസിയോതെറാപ്പി ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീടുകളിൽ പോയി കൊടുക്കാനാണെങ്കിൽ പാടില്ലാതെ വയ്യാതെ ഇങ്ങനെ കിടക്കുന്ന ആളുകളെ എന്താ പറയാ എല്ലാ ദിവസവും കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ഒരു ഭയങ്കര ടാസ്ക് ആണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ആളുകൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു യൂണിറ്റ് അങ്ങോട്ടേക്ക് ചെന്നാലും മതിയല്ലോ. അപ്പൊ അങ്ങനെ 1-2 ദിവസം കൂടുമ്പൊക്കെ ചെന്നിട്ട് അത് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ, അവരും ഇതുപോലെ തന്നെ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ വാട്ടർ ബെഡ്സും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫെസിലിറ്റീസ് ഇപ്പൊ സ്വന്തമായിട്ട് അവർക്ക് എന്താ പറയാ ടോയ്ലറ്റിലൊക്കെ പോകാൻ പറ്റാതെ വരിക്കുന്ന സമയത്ത് അവർക്ക് അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കിയിരിക്കുന്ന അത്തരം സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതാണ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു കണക്ഷൻ ഉണ്ട്. Geriatrics department is connected with such community services. ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർവീസസുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. ആ കമ്മ്യൂണിറ്റി സർവീസിന് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് പാലിയേറ്റീവ് കെയർ, അതുപോലെ തന്നെ ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റുകളൊക്കെ തന്നെ. ഇനി വിച്ച് ആർ ദ വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് ട്രീറ്റഡ് ഹിയർ? ഇവിടെ പറഞ്ഞ ഒരുപാട് രോഗങ്ങൾക്ക്, ഈ വയസ്സായ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾക്ക് ഇവിടെ നമുക്ക് മരുന്നുണ്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഉദാഹരണങ്ങൾ സ്ട്രോക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് അല്ലെ. സ്ട്രോക്ക് പെട്ടെന്നൊക്കെ എന്താ പറയാ പെട്ടെന്ന് ഹൈ പ്രഷർ ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് സ്ട്രോക്ക് വരിക. അത് തലയിലേക്ക് ബ്രെയിനിലേക്ക് കടിച്ചു കയറി കോമ സ്റ്റേജിലേക്ക് പോവുക. അല്ലെങ്കിൽ ഹലോ നെഞ്ചുവേദന അല്ലേ മാഡം? നെഞ്ചുവേദനയോ? സ്ട്രോക്ക് നെഞ്ചുവേദന അത് ബ്രെയിനിലേക്കല്ല ഇതിന്റെ ഒരു ഇത് പോവുക. നെഞ്ചുവേദന എന്ന് പറയുമ്പോ അറ്റാക്ക്. നെഞ്ചുവേദനയേക്കാൾ കൂടുതൽ പറയുമ്പോ നമ്മുടെ ഒരു ബോഡി പാർട്ട് ഏതെങ്കിലും ഒരു ഭാഗം ഫുള്ളായിട്ട് പോവുക. അതാണ് ഫുള്ളായിട്ട് പാരലൈസ്ഡ് ആകുക. ചിലര് ഫുള്ളായിട്ട് പാരലൈസ്ഡ് ആകും, അല്ലെങ്കിൽ ഒരു വശം മാത്രം ആകും. ചിലപ്പോ നമ്മുടെ മൊത്തത്തിൽ തലയ്ക്കകത്തായിരിക്കും. അപ്പൊ പെട്ടെന്ന് എന്താ പറയാ പിന്നെ ഒരിക്കലും ഇങ്ങനെ റിക്കവർ ചെയ്ത് വരാൻ പറ്റില്ല. പിന്നെ വലിയ ഹൈ ഓപ്പറേഷൻസ് ഒക്കെ. പക്ഷെ ഈ ജെറിയാട്രിക്സ് ആയതുകൊണ്ട്, എൽഡർലി പീപ്പിൾ ആയതുകൊണ്ട് ചിലപ്പോൾ ഓപ്പറേഷൻസ് അത്രയധികം സാധ്യമാകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അത് സക്സസ്ഫുൾ ആകുമോ, അത് ആയിക്കഴിഞ്ഞാൽ തന്നെ അതിനെന്തെങ്കിലും റിക്കവർ ചെയ്താണ് ഇതിന്റെ ഓടി നടക്കുമോ പണ്ടത്തെ പോലെ, അതൊക്കെ ഭയങ്കര പോസിബിലിറ്റി ഒക്കെ കുറവുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. സ്ട്രോക്ക് എന്ന് പറയുന്നത് അത് പ്രഷറൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നവർക്കൊക്കെയാണ് ഇത് വരിക എന്നാണ് പറയുന്നത്. അപ്പൊ സ്ട്രോക്ക്. പിന്നെ ഗ്യാസ്ട്രോഎൻട്രോളജി, നമ്മുടെ സ്റ്റൊമക്ക് ആൻഡ് ഇൻഡസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ഈ വയസ്സായവർക്ക് ഉണ്ടാകും. കാരണം കഴിക്കുന്ന ഫുഡുകളൊക്കെ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആകാതെ വരിക, അതുപോലെ തന്നെ കുടലിനൊക്കെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരിക. അത് പിന്നെ ഡയബറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഷുഗർ തന്നെയാണ്. പിന്നെ ലോക്കോമോട്ടോ പ്രോബ്ലംസ് നമ്മുടെ ഇരിക്കുക, നടക്കുക, ഇരിക്കാൻ നടക്കുക, അങ്ങനെയൊക്കെയുള്ള മൂവ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയാ പല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. മൂവ്മെന്റ്, നമ്മുടെ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ലോക്കോമോട്ടോസ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതും ഒരു പരിധി വരെ എന്താ പറയാ ഈ ഒരു ജെറിയാട്രിക്സ് വിഭാഗത്തിലെ ആളുകൾ ഒരുപാട് ഫേസ് ചെയ്യുന്നതാണ്. മൂവിങ് പ്രോബ്ലംസ് അല്ലെങ്കിൽ മൊബിലിറ്റി ഫങ്ഷൻസ് ഒക്കെ പെട്ടെന്ന് നോക്കുക. ഇരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഇരിക്കാൻ പറ്റില്ല എന്നാണ്. നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങള്, ഇതൊക്കെ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്നതാണ്. പക്ഷെങ്കിലും ഇത്തരം ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ഇന്നിപ്പോ നമ്മൾ വിചാരിക്കും ഇതിന് എന്തിനാ സാധാരണ ഡോക്ടേഴ്സിനെ കാണിച്ചാൽ പറ്റും. ഇപ്പോ പല റേഞ്ചിലാണ് ആളുകൾ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ക്വാളിഫൈഡ് ആകുന്നില്ല. ഏതെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാനാണ് ഇന്ന് ആളുകൾക്ക് താല്പര്യം. പണ്ടൊക്കെ നമ്മള് എന്താ പറയാ കുറച്ച് നാളുകളൊക്കെ മുമ്പ് വരെ, ഇപ്പോഴൊക്കെയാണ് +2 അതൊക്കെ വന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിഗ്രിയിൽ 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 1, 2, 3, 4 ഗ്രൂപ്പ്സ് ആയിരുന്നു. അങ്ങനെ പേരായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ് എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന 3 ഗ്രൂപ്പായിട്ട് ചുരുങ്ങി. ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ സയൻസിലും മാത്സിലൊക്കെ കുറച്ച് കൂടുതൽ കഴിവ് മികവൊക്കെ കാണിക്കുന്ന കുട്ടികളോട് നമ്മൾ പറയും പോയി സയൻസ് എടുത്തോ എന്ന് പറയും. 10ാം ക്ലാസ്സിലെ മാർക്കൊന്നും കണ്ടിട്ട് ഇന്ന് പോയി ഓടിപ്പോയി സയൻസ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല, അത് വേറെ കാര്യം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ കുറച്ച് മാർക്ക് അതിനേക്കാളൊക്കെ നല്ല കുറവാണ് എങ്കിലും നമ്മൾ പറയും കൊമേഴ്സ് എടുത്തോന്ന് പറയും അല്ലെ. തീരെ ഈ പറയുന്ന പ്രോബ്ലം പേപ്പറിനോടൊക്കെ ഇച്ചിരി ഇത് കാണിക്കുന്ന കണക്കൊക്കെ അവന് അറിയില്ല, കഷ്ടപ്പെട്ടാണ് ഇതുവരെ എത്തിച്ചെന്നൊക്കെ പറയുന്ന പാരന്റ്സിനോട് പറയും ഹ്യൂമാനിറ്റീസ് എടുത്തോന്ന്. പക്ഷെ ഇന്നത്തെ കുട്ടികളോട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെന്ന് പറയാൻ നോക്കി കഴിഞ്ഞാലേ അവര് ഓടിക്കോളം പറയും ഏതെങ്കിലും വഴിക്ക്. കാരണം അവർക്കുണ്ടെന്ന് ചൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റി. പണ്ട് നമ്മൾ ആ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിൽ കൂടി അങ്ങോട്ട് ചാടി നടക്കും.
അതായത് നമുക്ക് ഇന്നത് കഴിഞ്ഞാൽ ഇന്നതാണ്. അതായത് പ്രീ ഡിഗ്രിക്ക് ഇപ്പൊ നമ്മള് എന്താ പറയാ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് എന്താണ് നഴ്സിംഗിന് എല്ലാവരും കൂടെ ഞങ്ങള് നഴ്സിംഗിന് നോക്കാം. നഴ്സിംഗിന് ഒരു കൂടെ. പക്ഷെ ഇന്ന് നഴ്സിംഗ് തന്നെ ഒരുപാട് ഡിഫറെന്റ് ലെവലിലുണ്ട്. ഇപ്പൊ നഴ്സിംഗ് തന്നെ വേണമെന്നില്ല, അത് കഴിഞ്ഞിട്ട് പാരാമെഡിക്കൽ കോഴ്സസ് ഒക്കെ ഉണ്ടെന്ന്. പാരാമെഡിക്കൽ M.Pharm, B.Pharm, D.Pharm എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അതുകൂടാതെ ഈ പാരാമെഡിക്കലിൽ വരുന്നതാണ് നമ്മുടെ എന്താ പറയാ ഈ നഴ്സിംഗിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ആളുകൾ തീരുമാനം. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തേഷ്യോളജി. അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് പഠിക്കാനായിട്ട്. നഴ്സിംഗ് ആവണമെന്നില്ല. അതായത് അനസ്തേഷ്യയില് അത് കൊടുക്കുന്നതിൽ സ്പെഷ്യലൈസ്ഡ് ആകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇന്ന് കുറെ ആളുകൾക്ക് അറിഞ്ഞ് ഏത് രീതിയിലുള്ള സാധനം സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള ഒരുപാട് മീഡിയാസ് ഉണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത് ജെറിയാട്രിക്സ് അത് പ്രായം ചെന്നവർക്ക് വേണ്ടി മാത്രം. പ്രായം ചെന്നിരിക്കുന്നവരെ ഡോക്ടർ എന്താ പറയാ ചികിത്സിക്കുന്ന പ്രായം ചെന്ന ഡോക്ടറാണെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അതായത് അവർക്കുണ്ടാകാവുന്ന സാധാരണഗതിയിലുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ് ആൻഡ് വാട്ട് ഹാവ് ടു ബി ഡൺ ഇൻ ദാറ്റ് സച്ച് കേസസ്, അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത്, അങ്ങനെ എടുത്ത് പഠിച്ച് അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലാണ്ട് കുറെ നാള് സാധാരണ രോഗികളൊക്കെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് അതിൽ നിന്ന് മാറി ജെറിയാട്രിക്സ് വയസ്സായി എനിക്ക് ഇനി ഞാൻ വയസ്സായ ആൾക്കാരെ നോക്കാം, അങ്ങനെയല്ല ഉദ്ദേശിക്കണേ. നമ്മളിപ്പോഴും പണ്ട് മുതല് കാണിച്ചിരുന്ന കൊച്ചുകുട്ടികളെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളുടെ എന്താ പറയാ മക്കളും കല്യാണം കഴിച്ച് അവരുടെ മക്കളെയും അതുപോലെ തന്നെ കൊണ്ടുപോയി കാണിക്കേണ്ട ആവശ്യമുണ്ടെങ്കില് ബിക്കോസ് അവര് നമുക്കറിയാം അവര് അത്രയും എന്താ പറയാ കഴിവുള്ള ഡോക്ടേഴ്സ് ആണ്. കൊച്ചുകുട്ടികളെ പീഡിയാട്രിക്സിനെ കാണിച്ചുകൊണ്ടിരുന്നത് എന്റെ കുഞ്ഞിലെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ എന്റെ കൊച്ചിനെ അവിടെ തന്നെ കാണിക്കണം എന്ന് വെച്ചാൽ അവർക്കൊക്കെ അത്രയും ഏജ് മാറിയിട്ടുണ്ടെന്ന് ഓർക്കണം എന്ന് വിചാരിച്ചിട്ട് അവരിപ്പോ ജെറിയാട്രിക്സിൽ ചേർന്ന് വയസ്സായവരെ നോക്കുന്ന ഡോക്ടേഴ്സ് അല്ല. അപ്പൊ ഒത്തിരി ഡിഫറെന്റ് മേഖലകളുണ്ട് ഇന്ന്. പിന്നെ നമ്മൾ പറഞ്ഞു ഹാർട്ട് കാർഡിയോളജിയിൽ ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഈ കാർഡിയോളജിസ്റ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വിഭാഗങ്ങൾ ഇന്നുണ്ട്. അതൊക്കെ അവർക്ക് നോക്കിയെടുത്ത് പഠിക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാം. കാർഡിയാക് വാസ്കുലർ ടെക്നോളജി ഉണ്ട്, കാർഡിയാക് കെയർ ടെക്നോളജി ഉണ്ട്, കാർഡിയാക് പൾമണറി അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ അങ്ങനെ അതിനകത്ത് തന്നെ ഡിഫറെന്റ് ഉണ്ട്. കാരണം ഇപ്പൊ ഫിസിഷ്യൻസിനെ സഹായിക്കുന്നവര്, ആ ടെക്നിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്നവര്, അതിനൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്താ പറയാ കോഴ്സുകളാണ് ഇന്നുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഇതുപോലെ അങ്ങനെ പഠിക്കുന്ന ഒരു ഡോക്ടേഴ്സ് ആണ് ഈ വയസ്സായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഒരുപാട് പ്രോബ്ലംസ്, അവരുടെ മൂവ്മെന്റ് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഇത്തരം പല അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് നമുക്കറിയാം പ്രായം കൊണ്ട് തന്നെയാണ്. ഒരു പരിധി വരെ അതിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. കാരണം പ്രായം കൂടിയല്ലേ വരുന്നത്. അതെന്തായാലും ഈ കുറച്ച് നമുക്ക് ആളെ പണ്ട് ചെറിയ 10-15 വയസ്സൊക്കെ പൊടിച്ചാടി നിർത്തുന്ന പോലെ ഒന്നും ആക്കാൻ പറ്റില്ല, അറിയാമത്. പക്ഷെ അവരൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക്. അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, വയസ്സായവരെ അവര് ഹോസ്പിറ്റലിൽ മക്കളോ അല്ലെങ്കിൽ വേറെ കുട്ടികളൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതും മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അവര് മൈൻഡ് ഒന്ന് എന്താ പറയാ സന്തോഷമാകുക. കാരണം എന്നെ കെയർ ചെയ്യുന്നുണ്ട് അവര്, എനിക്ക് വയ്യായ്ക വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു. അപ്പൊ തന്നെ പുതിയ സുഖം അവരുടെ മാറും. കുറെ മരുന്ന് വാങ്ങിച്ച് പെട്ടിയിൽ വെച്ചിട്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തൊക്കെ കൊടുക്കുമ്പോൾ അവർ ഹാപ്പിയായി. അല്ലാതെ അവരുടെ രോഗം പൂർണ്ണമായിട്ടും ഭേദമായിട്ടല്ല. ഏജാകുമ്പോൾ എന്തായാലും രോഗം അങ്ങനെ കൂടിയേ വരുള്ളൂ, കുറയാനൊന്നും പോകുന്നില്ല. പക്ഷെ അതിന് വേണ്ടി ഒരു വിഭാഗം അപ്പൊ അതിന് വേണ്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. ദെൻ സിങ്കോപ്പ് ആണ് മറ്റൊരു എന്താ പറയാ പ്രശ്നം. ഈ നമ്മളുടെ എൽഡർലി പീപ്പിൾ സഫർ ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം ആണ് സിങ്കോപ്പ്. ദാറ്റ് മീൻസ് ഫെയിന്റിങ് ആണ്. ഫെയിന്റിങ് മീൻസ് എന്താ പറയാ തലകറക്കം, തലചുറ്റലൊക്കെ. അത് ഈ പറയുന്ന പോലെ തന്നെ നമ്മളുടെ ബ്രെയിനിലേക്ക് ഹാർട്ടിൽ നിന്നും ആഡക്വേറ്റ് ആയിട്ടുള്ള ഓക്സിജൻ എത്താത്തത് കൊണ്ടേ അതുകൊണ്ടുണ്ടാകുന്ന ഒരു തലചുറ്റലാണ്. അത് ബ്ലഡ് പ്രഷർ ഒക്കെ കൂടുതൽ വരുന്നതുകൊണ്ടാണ്. പ്രഷർ കൂടുമ്പോ ഓക്സിജൻ ലെവല് ബ്രെയിനിലേക്ക് എത്തുന്നത് കുറയും. ആ ഓക്സിജൻ കറക്റ്റ് ആയിട്ട് എത്താണ്ടാവുമ്പോൾ നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ വീഴാൻ പോണ പോലെയൊക്കെ തോന്നും. അത് വയസ്സായവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. വയസ്സായവർക്ക് മാത്രം ഉണ്ടാവണമെന്നൊന്നുമില്ല, വയസ്സായവർക്കും കൂടുതൽ കാണപ്പെടുന്നു എന്നാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് തന്നെ. ഇതൊക്കെ സാധാരണ മനുഷ്യർക്ക് വരാം, പക്ഷെ ഇത് വയസ്സായവരിലാണ് കൂടുതൽ എന്താ പറയാ അപ്പിയറൻസിൽ അവരുടെ കാണുന്നത്. പിന്നെ ബോൺ ഡിസീസസ്, എല്ല് തേയ്മാനം, എല്ല് പൊടിയല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദീസ് ആർ ദ ട്രീറ്റ്മെന്റ്സ് ഗിവൺ അണ്ടർ ജെറിയാട്രിക്സ്. അപ്പൊ ജെറിയാട്രിക്സിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന കുറെ കാര്യങ്ങളാണ് ഇതൊക്കെ. ക്ലിയർ ആണോ? ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ട്. വേഗം എഴുതിക്കോ. ഒന്ന് ഡയബറ്റിക്സ്, വേഗം എഴുതിക്കോ. ഡയബറ്റീസ് എഴുതാം, ഒരു ഹൈഫൻ ഇടാം.
sugar build up in bloodstream. Sugar build up in bloodstream. Sugar build up in bloodstream. It is, it is because pancreas, P-A-N-C-R-E-A-S, pancreas do not produce enough, E-N-O-U-G-H, enough insulin. ആവശ്യത്തിന് ഇൻസുലിൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് ഷുഗർ ബ്ലഡ് സ്ട്രീമിൽ വന്ന് ബിൽഡപ്പ് ചെയ്യുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് വിളിക്കുക. ഓക്കെ, because pancreas do not produce enough insulin. Then next, locomotor's problems. Hyphenida, Vedam. Problems relating to mobility functions such as sitting, ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡിങ്, ജൈറ്റ്, GAIT, ജൈറ്റ് മീൻസ് നടത്തം തന്നെയാണ് കേട്ടോ, നടത്തം, ജൈറ്റ് എക്സെട്ര. നമുക്ക് മൂവ് ചെയ്യുന്ന മൊബിലിറ്റി ഫങ്ഷൻസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് ഇരിക്കുമ്പോ, നടക്കുമ്പോ, ഒക്കെ എഴുന്നേൽക്കുമ്പോ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഓക്കെ, ജൈറ്റ്, GAIT, ജൈറ്റ് നടത്തം എന്നാണ് മലയാള വാക്ക്. അടുത്തത് സിങ്കോപ്പ്, SYNCOPE, സിങ്കോപ്പ്. ഒരു ഹൈഫൻ ഇടാ. പെയിന്റിംഗ്, FAINTING, പെയിന്റിംഗ് due to low blood pressure, low blood pressure, when WHEN, when heart, HEART, heart do not pump, enough oxygen to brain, മാഡം, ആദ്യം പറഞ്ഞത് ഹൈപ്പർ ടെൻഷൻ എന്നല്ലേ പറഞ്ഞേ? ഹൈപ്പർ അല്ല, ഹൈപ്പോ ആണോ? ലോ പ്രഷറിലാണോ? ലോ പ്രഷർ. ആ മാഡം, ആദ്യം പറഞ്ഞത് ഹൈപ്പർ ടെൻഷൻ എന്നാ പറഞ്ഞേ. ആദ്യം എടുത്തപ്പോ പറഞ്ഞേ ഹൈപ്പർ ടെൻഷൻ ഉപയോഗിച്ചില്ലല്ലോ. ഹൈപ്പർ ടെൻഷൻ എന്നല്ല, ഹൈ പ്രഷർ എന്നാ, പ്രഷർ കൂടിയിട്ടെന്നാ പറഞ്ഞു. ലോ പ്രഷർ എന്നല്ലേ പറഞ്ഞേ? ഞാൻ അങ്ങനെ കേട്ടെ. ആണോ? ഓക്കെ. ലോ പ്രഷർ എന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ. ഓക്സിജൻ ടു ബ്രെയിൻ. ഓക്കെ, നോട്ട് ആരെങ്കിലും ഇത് കൊടുത്ത എക്സ്ട്രാ നോട്ട് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊന്ന് ഇവിടെ നിന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടെ അവർക്ക്. ഒന്ന് ഷെയർ ചെയ്തേക്കാം. 2-3 കുറച്ച് പോയിന്റുകൾ നമ്മൾ എക്സ്ട്രാ നോട്ട് ചെയ്തിരുന്നു, അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അവർക്ക് ചെയ്യില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും, അതൊക്കെ ഒന്ന് വായിച്ചിട്ടൊക്കെ കയറണം. 2 ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ, കാരണം
കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കൂടുതൽ എഴുതാനും ഉണ്ടായിരുന്നു, നമുക്ക് പറയാനും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഒറ്റ ക്ലാസ് 2 ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എടുത്തിട്ടുള്ളൂ. എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ ദിവസവും വായിച്ചൊക്കെ നോക്കിയിട്ട് വരാട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം നോക്കിയിട്ടാണ്. താങ്ക് യു, ടേക്ക് കെയർ, ബൈ. അടുത്ത ദിവസം കാണാം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം.